Afternoon, sir. Yes, so Good the last afternoon. hour. Good afternoon. So last hour, നമുക്ക് നമ്മുടെ ടോപ്പിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ യൂണിഫോമിലെ ഡിസ്ട്രിബ്യൂട്ടർ ലോഡും പോയിന്റ് ലോഡും കമ്പൈൻഡ് ആയിട്ട് വരുന്ന കേസൊക്കെ നോക്കി. ഇനി നമുക്ക് കാന്റിലിവർ ബീം സബ്ജക്ട് ടു യൂണിഫോംലി വാരിയിങ് ലോഡ് ആണെങ്കിൽ എങ്ങനെയാവും നോക്കാം. ഓക്കെ, സോ കാന്റിലിവർ സബ്ജക്ട് ടു uniformly varying load UVL. Okay, so in the first case ആയിട്ട് നമുക്ക് നോക്കാം. Okay, so let us suppose you have a cantilever beam and it is subjected to a uniformly varying load. So ഇതുപോലൊരു uniformly varying load ആണെന്ന് വിചാരിക്കാം. Okay, so ഈ യൂണിഫോംലി വാരിയിങ് ലോഡ് നമുക്ക് രണ്ട് തരത്തിൽ വെക്കാം. ചിലപ്പോ ഈ എൻഡിന്ന് എയില് സീറോയും ബിയില് മാക്സിമം വരുന്ന രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ നേരെ തിരിച്ചും കൊടുക്കാം അല്ലെ. എയില് ബി എന്നുള്ള പോയിന്റ് സീറോയും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇതുപോലെ കൊടുത്താലും ഒരു യൂണിഫോംലി വാരിയിങ് ലോഡാണ്. അപ്പൊ നമുക്ക് രണ്ടും കേസ് ബൈ കേസ് ആയിട്ട് നോക്കാം. ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് ഇത് എടുക്കാം. അപ്പൊ ഇതിൽ യൂണിഫോംലി വാരിയിങ് ലോഡ് ആണ് വരുന്നെങ്കിൽ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഇതിന്റെ ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. റൈറ്റ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും വരുന്നത്, ചെറിയൊരു വേരിയേഷൻ മാത്രം. ഓക്കെ, സോ എ ബി എ ആൻഡ് ബി. Okay, so this is your shear force diagram, bending moment diagram space ആണ്. Right, നമുക്ക് നോക്കാം. നമുക്ക് ഇതിൽ എങ്ങനെ വരും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Right, okay, now let's start with shear force diagram. Right, okay, now as നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ആയതുകൊണ്ട് സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കാം. ഇവിടെ ഭാഗത്തിന് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. സോ കൺസിഡർ യുവർ സെക്ഷൻ എ ബി. റൈറ്റ്, നൗ ഇതിൽ ജനറലൈസ്ഡ് കേസ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല, കാരണം ജനറലൈസ്ഡ് കേസ് ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, തൽക്കാലം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ജനറലൈസ്ഡ് കേസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ പോവാം. ഓക്കെ, നൗ ഫോർ ദ സെക്ഷൻ എ ബി ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തായിരിക്കും? നമുക്കൊന്ന് ഗസ് ചെയ്ത് പോയി നോക്കിയാലോ. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് ബി, ഫ്രീ എൻഡിലെ ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. എക്സാക്ട്ലി റൈറ്റ്. സി ഇതിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ഏത് പോയിന്റിലെ ഷിയർ ഫോഴ്സ് കാണണമെങ്കിലും എന്ത് മതി എന്ന് വെച്ചാല് അതുവരെയുള്ള ഏരിയ കണ്ടാൽ മതി അല്ലെ. ഇപ്പം നമ്മള് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിലും അത് തന്നെ ചെയ്തേ. അതുവരെയുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ ലെറ്റ് ദിസ് ബി ഡബ്ല്യു ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുമ്പോൾ weight at this point, okay, this point is W Newton per meter, but it is gradually decreasing ആണ് അല്ലെ. ലോഡ് is gradually decreasing throughout. അത് തന്നെയല്ല, it is gradually decreasing എന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ the load value is W. Okay, now let us assume that length of this one is L. Okay, length of the cantilever beam is L. ഫൈൻ, ഇത്രയും കാര്യങ്ങളാണ്. W എന്ന് പറയുന്നത് ഈ മാക്സിമം ലോഡാണ്. ന്യൂട്ടൺ പെർ മീറ്ററിലെ W വരുന്നത് ഈ ടോപ്പ് പോർഷനിൽ മാത്രമാണ്. ഫൈൻ, ഓക്കെ. Now, the shear force at B നമുക്കറിയാം it is 0, കാരണം അത് എൻഡ് പോയിന്റ് ആണ്. ആ പെർട്ടിക്കുലർ പോയിന്റിൽ അത് തന്നെയാണ് ആക്സസ്. അപ്പൊ അവിടെ വേറെ ലോഡൊന്നും വരുന്നില്ല. at that point your shear force is equal to 0. No, so അങ്ങനെയാണെങ്കിൽ shear force at A എന്തായിരിക്കും? shear force at A എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. നമ്മൾ ഇതുവരെ UDL ഒക്കെ ചെയ്ത കേസിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇതിന് പകരം ഞാനിവിടെ ഒരു UDL ആയിരുന്നു വെച്ചതെങ്കിൽ, ഓക്കെ, ഇതിന് പകരം ഞാനിവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് വെച്ചതെങ്കിൽ, ഓക്കെ, ഇതായിരുന്നു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലെ, വിത്ത് എൻ ലോഡ് ബീവിങ് W ന്യൂട്ടൺ പെർ മീറ്ററും ലെങ്ത് എല്ലും ആണെങ്കിൽ, ഓക്കെ, ലെങ്ത് എല്ലും ആണെങ്കിൽ ഇത് എ ഇത് ബി ആണെങ്കിൽ ഞാൻ ഇവിടെ പറയും ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആയിരുന്നു. ഷിയർ ഫോഴ്സ് അറ്റ് എ എന്തായിരുന്നു? ഈ ഒരു കേസിൽ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്തായിരിക്കും പറഞ്ഞോ? ഈ ഒരു കേസിൽ ഷിയർ ഫോഴ്സ് W ഇൻറ്റു പറഞ്ഞോ കേട്ടാ, W ഇൻറ്റു L ആണ് അല്ലെ. അങ്ങനെ നമ്മൾ എടുത്തത്. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് പെർ യൂണിറ്റ് മീറ്റർ ആയിരുന്നു.
അപ്പൊ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ W ഇൻറ്റു എൽ എടുക്കും. എന്ന് വെച്ചാൽ എഫക്റ്റീവ്ലി ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ. പറയും അല്ലെ? W ഈ ഹൈറ്റ് ആണ്, അതാണ് വെയിറ്റ് പെർ യൂണിറ്റ് മീറ്റർ ആണ്, ഇൻറ്റു ലെങ്ത് ആണ് നമ്മൾ ചെയ്തത്. ഷിയർ ഫോഴ്സ് അറ്റ് എ കാണുന്നെങ്കിൽ ഏതൊരു പോയിന്റിലേക്കാണെങ്കിലും അതുവരെയുള്ള ഏരിയ ആണ് നമ്മൾ അതുവരെയും പിടിച്ചുകൊണ്ട് നിന്നത്. കറക്റ്റ്. അപ്പം ഇതുവരെയുള്ള പോർഷൻ്റെ ആണ് കാണുന്നെങ്കിൽ അത്രയും ലെങ്ത്, ഇത് എക്സ് ആണ് അല്ലെ, അത്രയും ലെങ്ത് ഈ ലോഡ് ഇൻറ്റു അത്രയും ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഏത് പോർഷനാണ് എടുക്കേണ്ടത് അതുവരെയുള്ള ഏരിയ അതാണ് നമ്മൾ എടുത്തത്, അതാണ് അവിടുത്തെ ലോഡ്. ഓക്കെ, അതേ കൺസെപ്റ്റ് നമുക്ക് ഇതിലേക്കൊന്ന് കൊണ്ടുവരാം. ഓക്കെ, സെയിം കാര്യം തന്നെ നമുക്ക് ഈ യൂണിഫോംലി വാരിയിങ് ലോഡിന്റെ കേസിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെയാണ് വരിക നോക്കാം. ഓക്കെ, ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് എ, അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. എക്സാക്ട്ലി അല്ലെ, ഈ കംപ്ലീറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോ ഷിയർ ഫോഴ്സ് അറ്റ് എ അല്ലെ, ഷിയർ ഫോഴ്സ് അറ്റ് എ ഇസ് ഈക്വൽ ടു എന്ത് പറയും? ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം, ഇത് സത്യം ബട്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. സോ ഹാഫ് ഇൻറ്റു W ഇൻറ്റു എൽ is the area of this triangle, so that is the total load acting at that point A. Okay, therefore the shear force at A is equal to half WL, and it is acting right downwards, so it is positive half WL. Okay, that's it. അപ്പോൾ എന്ന് വെച്ചാൽ ഏരിയ കണ്ടുപിടിക്കുക, അത് തന്നെയാണ് അവിടുത്തെ ഷിയർ ഫോഴ്സ്. ഫൈൻ. Now shear force, shear force രണ്ട് പോലെ ഷിയർ ഫോഴ്സ് ആയി കഴിഞ്ഞു. Now എനിക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരാം. സോ BMD. So bending moment ഡയഗ്രത്തിന്റെ കേസിൽ bending moment at B, which is your free end അല്ലെ, bending moment at B എന്തായിരിക്കും? bending moment at B യെസ് ആണ്, സീറോ ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞു കാൻഡിലിവർ ബീമിന്റെ ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെന്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു സീറോ. റൈറ്റ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു സീറോ. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും ബെൻഡിങ് മൊമെന്റ് അറ്റ് എ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഏതായിരിക്കും ഫോഴ്സ്, ഏതായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ആലോചിച്ചിട്ട് പറയാം. Bending moment at A, force into perpendicular distance. Total force അല്ലെങ്കിൽ total load അല്ലേ? എത്രയായിരിക്കും ടോട്ടൽ ലോഡ്? എത്രയായിരിക്കും? ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ്, എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ്. ഹാഫ് W അല്ല? യെസ് അല്ലെ, അതെ, ടോട്ടൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഏതുള്ള പോയിന്റ് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. ഹാഫ് ഇൻറ്റു W ഇൻറ്റു എൽ ആണ് അവിടുത്തെ ടോട്ടൽ ലോഡ് അല്ലെ, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എവിടുന്ന് തൊട്ട് എവിടം വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ എടുക്കണ്ടേ? ഏതായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? അല്ല, ഇവിടെയാണ് മാറ്റം വരുന്നത്. ഓക്കെ, സി ഡിസ്റ്റൻസ് എവിടുന്ന് എടുക്കും നമ്മള്? സെന്ററോയിഡ്ന്ന് ഏതാണോ പോയിന്റ് ആ പോയിന്റിലേക്കാണ് എടുക്കുക. സി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇസ് എ. ഓക്കെ, സി ട്രയാങ്കിളിന്റെ സെന്ററോയിഡ് നമ്മൾ കഴിഞ്ഞ കേസിൽ സെന്റർ പോയിന്റ് എടുത്തത്, UDL കേസിൽ സെന്റർ പോയിന്റ് എടുത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ സെന്ററോയിഡ് ട്രയാങ്കിൾ ആയിരുന്നു അല്ലെ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പോൾ അത് ഇതുപോലെയാണ് വേരിയേഷൻ വരുന്നത്. അതൊരു റെക്ടാങ്കിൾ ആണ്, റെക്ടാങ്കിളിന്റെ സെന്റർ പോയിന്റിലായിരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. സിമിലർലി ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സെന്ററോയിഡ് കണ്ടുപിടിക്കാൻ എന്താ, ഒന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ട്രയാങ്കിൾ പോലുള്ള ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് തന്നല്ലേ, നമ്മൾ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സുഖമാണ്, ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പിടിച്ച് ചിലപ്പോൾ കറക്കും അല്ലെ. ഒരു സാധാരണ ബുക്കാണെങ്കിൽ അതിന്റെ നടുക്കായിരിക്കും നമ്മൾ വിരൽ പോവുക അല്ലെ, സൈഡിലൊന്നും വെച്ചിട്ട് നമ്മൾ ആരും കറക്കേണ്ട മണ്ടത്തരം കാണിക്കുമല്ലോ. എന്താ ചെയ്യുക? കറക്റ്റ് സെന്ററിലാണ് വിരൽ വെക്കുക, എന്നിട്ടാണ് അതിനെ റൊട്ടേറ്റ് ചെയ്യുക. കാരണം എന്താ? അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ സെന്ററിലാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ വെക്കുന്നത് അതിന്റെ സെന്ററോയിഡിലാണ് വെക്കുന്നത്. റൈറ്റ്. നേരെ മറിച്ച് ഞാൻ ഇതേപോലെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു സാധനം തരികയാണെങ്കിൽ, ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫിഗർ തരികയാണെങ്കിൽ, ഇതുപോലെ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫിഗർ തരികയാണെങ്കിൽ നമ്മൾ എവിടെയാണോ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വിരൽ വെക്കുന്നത് ആ പോയിന്റ് തന്നെയാണ് അതിന്റെ സെന്ററോയിഡ് അല്ലെ. സോ യുവർ സെന്ററോയിഡ് വിൽ ബി സംവെയർ അറൌണ്ട് ഹിയർ. It will be close to the point where കൂടുതൽ മെറ്റീരിയൽ ഉള്ള പോയിന്റിന്റെ അടുത്തേക്കായിരിക്കും വരിക അല്ലെ. സോ സെന്ററോയിഡ് വിൽ ബി സംവെയർ അറൌണ്ട് ഹിയർ. ശരിയല്ലേ? സെന്ററോയിഡ് ഓഫ് എ ട്രയാങ്കിൾ അല്ലെ.
ശരിയല്ലേ? Yes, sir. Right, yes. So that means ഒരു triangle ഇങ്ങനെ ഉണ്ടെങ്കിൽ it is at a distance. If a triangle is arranged like this, it is at a distance 2/3 L-ലായിരിക്കും അതിന്റെ സെൻട്രോയിഡ് ഉണ്ടാവുക. ഓക്കെ, ഇവിടുന്ന് ആണ് എടുക്കുന്നെങ്കിൽ it is at 2/3 L. മറ്റേ എന്റേതാണെങ്കിൽ ഇത് 1/3 L ആയിരിക്കും. ഓക്കെ, നമ്മൾ എടുക്കുന്നത് ഫ്രം എ ആണ്. So the distance is 2/3 L. For the perpendicular distance, you have to take it from the centroid, and that is actually equal to 2/3 L. So the bending moment at A is equal to load into perpendicular distance. The load is half W into L, which is the area of the triangle, into perpendicular distance എന്ന് പറയുന്നത് A എന്നുള്ള പോയിന്റ്. കാരണം we are taking bending moment with respect to A. So A, the distance from A to the centroid, which is nothing but 2/3 L. Right. So to solve it, you will get the value as 1/3 W L square is the bending moment at A. Right. Clear alla? And it is negative. Clear or no? Minus 1/3 W L square. Yes. Right. Okay, now നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കാം. ഇനി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് at B is equal to 0. Right. Shear force at A is 1/2 WL. പോസിറ്റീവ് ആണ്. ഇത് നമുക്ക് ഈ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. 1/2 WL. ഓക്കെ, നോ ഇതാണ് പോയിന്റ് 1/2 WL. നോ ഇനി ഇതിനെങ്ങനെ ജോയിൻ ചെയ്യും? എന്താണ് വരിക? സ്ട്രെയിറ്റ് ലൈൻ ആണോ വരിക? കർവ് ആണോ വരിക? എന്താണ് നിങ്ങൾ എന്താ പറയുന്നത്? കർവ് ആയിരിക്കും. ഏത് കർവ് ആയിരിക്കും? നമ്മളെ നമ്മളെ റൂൾ അല്ല, നമ്മളെ റൂൾ ഉണ്ടല്ലോ. നമ്മളെ രണ്ടാമത്തെ സെക്കൻഡ് ഡിഗ്രി കർവ് ആയിരിക്കും അല്ലെ? അതാണ് റൂൾ ബോക്സ് ഞാൻ എഴുതുന്നത്. സെക്കൻഡ് റൂൾ ബോക്സിൽ പറയുന്ന കാര്യം എന്താ? If your load is a uniformly varying load, your shear force diagram will be a second degree curve and your bending moment diagram will be a third degree curve എന്ന് പറഞ്ഞു. Correct. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഇതൊരു കർവ് ആയിരിക്കും. ഇനി ആ കർവ് എങ്ങനെ വരക്കും? അതാണ് പ്രശ്നം. ഈ കർവ് തന്നെ എനിക്ക് എനിക്ക് ഇങ്ങനെ വരക്കാം, അല്ലെങ്കിൽ എനിക്കിത് ഇങ്ങനെയും വരക്കാം. ഓക്കെ, രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ്, നമുക്ക് നോക്കാം. ആ കൺസെപ്റ്റും പറയാം, ക്ലിയർ ആയിട്ട് പറയാം, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. നമ്മള് രണ്ട് റൂൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഒന്ന് നമ്മളെ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സും, സിമിലർലി വേറൊരു റൂൾ കൂടെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈസ് ആക്ച്വലി ഈക്വൽ ടു റേറ്റ് ഓഫ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേറ്റ് ഓഫ് ലോഡിംഗ് ഓർ ഡബ്ല്യു അല്ലെ? എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ലോഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് അല്ലെ? സോ ഈ ഡയഗ്രാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ റേറ്റ് ഓഫ് ലോഡിംഗ് ഈസ് മാക്സിമം ആൻഡ് ഈ ഒരു പോയിന്റിൽ റേറ്റ് ഓഫ് ലോഡിംഗ് ഈസ് മിനിമം ഓർ സീറോ. റൈറ്റ്. അപ്പൊ നമുക്ക് ചെയ്യാം. സോ at B your rate of loading is maximum. അപ്പൊ എന്തായിരിക്കണം? സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഷുഡ് ബി മാക്സിമം. സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം അല്ലെ? സ്ലോപ്പ് മാക്സിമം ആവണമെങ്കിൽ എന്തായിരിക്കണം? ഞാൻ ഇവിടുന്ന് വരക്കുന്ന ടാൻജന്റ് മാക്സിമം ആയിരിക്കണം അല്ലെ? എനിക്ക് രണ്ടിടത്ത് ടാൻജന്റ് വരക്കാം. ഇവിടുന്ന് ആ കർവിന് ഇങ്ങനെ വരച്ചാൽ ഇത് സ്ലോപ്പ് 0 എന്ന ടാൻജന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഹയർ വാല്യൂല് വരണം ടാൻജന്റ്. റൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രേ ഉള്ളൂ, കൺസെപ്റ്റ് ഇത്രേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ ഈ ഒരു പോയിന്റിൽ your rate of loading is maximum. Okay, ശ്രദ്ധിക്കുക, your rate of loading here is maximum. Since your rate of loading is maximum, the slope must be maximum അല്ലെ? Your slope must be maximum. ഇനി ഈ ഒരു പോയിന്റ് ഞാൻ ടാൻജന്റ് വരക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കിട്ടുക. It is making a finite theta. So that means your slope is maximum. അങ്ങനെയാണെങ്കിൽ your curve will be something like this. Okay, നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു പോയിന്റിൽ your rate of loading is minimum അല്ലെങ്കിൽ സീറോ ആണ്. ഈ എൻ പോയിന്റ് എ എന്നുള്ള പോയിന്റ് റേറ്റ് ഓഫ് ലോഡിംഗ് is minimum അല്ലെ? കാരണം ഇവിടെ ഇങ്ങനെയാണ് സ്ലോപ്പ് വരുന്നത്. റൈറ്റ്. എന്ന് വെച്ചാൽ സ്ലോപ്പ് അറ്റ് ദിസ് ഷുഡ് ബി മിനിമം അല്ലെ? സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ഷുഡ് ബി മിനിമം. നോക്കാം, ആ ഒരു പോയിന്റിൽ ഞാനൊരു ടാൻജന്റ് വരക്കുകയാണെങ്കിൽ ഇതിന്റെ ടാൻജന്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. ദാറ്റ് മീൻസ് യുവർ തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ ഇതാണ് ഇതിന്റെ കർവ്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ദിസ് കംപ്ലീറ്റ്സ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരാം. സോ ബെൻഡിങ് മൊമെന്റ് at B is equal to 0.
bending moment at B is equal to 0. Bending moment at A is minus 1 by 3 WL square. അല്ലേ? ഏതാണ്ട് ഇവിടെ നിന്ന് വരും 1 by 3 WL square is the value. ഇനി എന്ത് വേണം? Join these 2 points. അതെങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം അല്ലെ? ഇതെങ്ങനെ ജോയിൻ ചെയ്യും? രണ്ട് പോയിന്റ് തേർഡ് ഡിഗ്രി ആയിരിക്കും. തേർഡ് ഡിഗ്രി ആയിരിക്കും. ഈ തേർഡ് ഡിഗ്രി കർവ് വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? തൊട്ട് മുമ്പത്തെ ഷിയർ ഫോഴ്സ് ഡയഗ്രം നോക്കുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് പോയിന്റ് ഇസ് ഈക്വൽ ടു 0 അല്ലെ? ഇവിടെ ഇങ്ങനെയാണ് വരുന്നെങ്കിൽ ഈ പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. എ എന്നുള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം എന്ന് വെച്ചാൽ സ്ലോപ്പ് അറ്റ് ദിസ് പോയിന്റ് ഷുഡ് ബി മിനിമം ആൻഡ് സ്ലോപ്പ് അറ്റ് ദിസ് പോയിന്റ് ഷുഡ് ബി മാക്സിമം. ആകെ ഒരു വഴിയേ ഉള്ളൂ. കർവ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. Okay, so this is your third degree curve. So this completes the bending moment diagram for your cantilever subjected to uniformly varying load. Clear or no? Right. Right. Okay. എല്ലാവരും നോട്ട് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നലെ ചെയ്യേണ്ട ഒരു അഡീഷണൽ വർക്ക് ഇപ്പൊ തരാം അല്ലേ? ഇപ്പൊ യൂണിഫോംലി വാരിയിങ് ലോഡ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈൻഡ് ദ ഏരിയ ആണ് അതിന്റെ ലോഡ്. ഏരിയ ആണ് ലോഡ്. ഇപ്പൊ ഷിയർ ഫോഴ്സ് കാണണമെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ ഏരിയ കാണാം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. എവിടത്തേക്ക്? സെൻട്രോയിഡിലേക്ക്. ഓക്കെ, 2/3 ഇൻറ്റു L. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ തിരിച്ച് നമുക്ക് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം എടുക്കാം. അത് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ with a uniformly varying load as shown in the figure. ഇതുപോലെയാണ് യൂണിഫോംലി വാരിയിങ് ലോഡ്. നേരെ തിരിച്ചു വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. Draw the shear force and let this be W Newton per meter. Let the length be L. Let the length be L. That's it. എത്ര ലോഡ്? Yes. Okay. Draw the shear force diagram. Draw SFT and BMD. Okay. Complete this. നമുക്ക് നാളെ ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ല? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി ഇവിടെ വരുന്ന ഒറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ സെയിം കാര്യം തന്നെ ചെയ്തുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രം എടുക്കുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് എ ബി എടുക്കുക. ബി എന്നുള്ള പോലെ ഒബ്വിയസ്ലി 0 ആയിരിക്കും. എ എന്നുള്ള പോലെ ആണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ തന്നെ ആയിരിക്കും. വ്യത്യാസമൊന്നും വരില്ല. ആകെ പ്രശ്നം വരുന്നത് ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന സമയത്താണ്. സെൻട്രോയിഡ് ഇവിടെ ആയിരിക്കും. സെൻട്രോയിഡ് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഇറ്റ് മേക്സ് ഇസ് എത്ര? 1/3 L ആണ് ഡിസ്റ്റൻസ്. 2/3 അല്ല, 1/3 ആണ്. കാരണം ഫ്രം ഡിസ്റ്റൻസ് ഫ്രം എ ആണ് എടുക്കേണ്ടത്. സെൻട്രോയിഡ് is at a distance 1/3 of L. ഓക്കെ, ആ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. പ്രോബ്ലം സുഖമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ചെയ്യില്ലേ? ചെയ്യില്ലേ? ഒന്ന് ഉഷാറായിട്ട് പറ. ഓക്കെ, ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ പിന്നെ ഇതിന്റെ അഡീഷണൽ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഇതേപോലെ ഡയഗ്രാം തരില്ല കേട്ടോ. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തരിക. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഫ്രം ലെങ്ത് 2 meter to 5 meter ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അത് ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ ഇനി എക്സാം ഉണ്ടാവുമ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും തരാം. അത് പലപ്പോഴും അവിടെയാണ് പിള്ളേർക്ക് ബുദ്ധിമുട്ടാവാറ്. വായിച്ചിട്ട് ഡയഗ്രാം വരക്കുമ്പോൾ തെറ്റിച്ച് കളയും. ഓക്കെ, ബാക്കി ചെയ്യാനുള്ള അറിയുന്നുണ്ടാവും, പക്ഷെ ഇനീഷ്യലി വരക്കുമ്പോൾ തെറ്റിപ്പോകും. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഞാൻ തന്ന ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുക. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് പറ്റാവുന്നത്രയും ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ആണ് ഇനി വേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം എടുക്കാം. ഓക്കെ, സോ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. Draw the shear force diagram and bending moment diagram for a cantilever loaded as shown in the figure. Cantilever loaded as shown in the figure. The combined loading ആണ് വരുന്നത്.
kilonewton, 5 kilonewton, 2 kilonewton per meter, 3 kilonewton per meter, 2 meter, 1 meter, 1 meter, 1 meter, 3 meter, 2 meter. Okay, so draw the shear force diagram and bending moment diagram. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. ഇത് ഞാൻ ചെയ്യാം. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ചെയ്യാം. തുടങ്ങിയോ? നിങ്ങൾ ചെയ്ത് തുടങ്ങിയോ? സൊല്യൂഷൻ പോവാം. ഓക്കെ, അപ്പോ ഇതിന്ന് നിങ്ങൾ മറ്റു ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഇന്ന് തീർക്കണേ. വരുമ്പം ഇതുപോലെ കമ്പൈൻഡ് ഒരുപാട് ലോഡ് വരുന്ന കണ്ടീഷൻ ആയിരിക്കും ചോദിക്കുക. കാരണം അതിൽ മാത്രമേ കുറച്ച് അധികം ചെയ്യാനുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഈ പിന്നെ ഒരു ലോഡ് തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ യൂണിഫോംലി വയറിംഗ് ലോഡ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കേസാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അതായത് ഓക്കെ, സോ ഇതിന്റെ ലോജിക് ക്ലിയർ ആണെങ്കിൽ ഇത് ഒന്നല്ല 10 വന്നാലും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ക്ഷമ ഉണ്ടാവണം, വൃത്തിയായിട്ട് ചെയ്യാൻ വരണം. ഓക്കെ, നമുക്ക് നോക്കാം. സോ ലെറ്റ് ദ ഫസ്റ്റ് പോയിന്റ് ബി എ, ബി, സി, ഡി, ഇ, എഫ് ആൻഡ് ജി. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ടാസ്ക് ചെയ്ത് എല്ലാം നെയിം ചെയ്തു പ്രോപ്പറായിട്ട്. Now we'll start with shape force diagram and moment diagram. Right, just ഒരു ആക്സിസ് വരച്ചിടാം. Okay, different points A, B, C. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇതിന്റെ കർവിന്റെ നേച്ചർ നമുക്ക് സുഖമായിട്ട് വരക്കാവുന്നേ ഉള്ളൂ. പിന്നെ ലോഡിംഗ് ഡയഗ്രാം മാത്രം റെഫർ ചെയ്താൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് നേച്ചർ അങ്ങ് വരച്ച് പോകാൻ പറ്റും. റൈറ്റ്, അപ്പൊ നാളെ നിങ്ങൾക്ക് വേറെ അഡീഷണൽ പ്രോബ്ലം തരാം, അതിന്റെ സൊല്യൂഷൻ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപാടെ തന്നെ അതിന്റെ നേച്ചർ ഓഫ് കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും വരക്കാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ പറ്റാൻ തുടങ്ങിയാൽ നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് നന്നായിട്ട് എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. So you have to take it section by section, right? So starting with your first section, okay, section GB. Okay, for the section GB,
ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തായിരിക്കും പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തായിരിക്കും വാല്യൂ? 0 ആണോ? ശരിക്കും നോക്ക്. 5. ആ, ഷിയർ ബി എന്നുള്ള പോയിന്റ് ലോഡ് ആക്ടിങ് അല്ലെ, എന്താ 5 kN ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് പോസിറ്റീവ് 5 kN, പോസിറ്റീവ് 5 kN, റൈറ്റ്. നൗ ഷിയർ ഫോഴ്സ് അറ്റ് ജി എന്തായിരിക്കും? 0. 5. 5, റൈറ്റ്. സെയിം 5 kN തന്നെ അവിടെ പറയുന്നുണ്ട് അല്ലെ. ജി ഓൾ കൺസെപ്റ്റ് കംപ്ലീറ്റ് സെയിം ആണ്. ഒരു എൻഡ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ വന്നാൽ മതി കേട്ടോ. ബിയിൽ വന്നു 5 kN ഉണ്ട്, പതുക്കെ നടന്ന് ജിയിലെത്തി, അത് 5 kN അങ്ങനെ വന്നാൽ മതി. ഇതേ കൺസെപ്റ്റ് കണ്ടിന്യൂ. സർ അതെങ്ങനെ ബിയിൽ 5 5 kN അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ബിയിൽ, കണ്ടില്ലേ? ജി ബി എന്നുള്ള സെക്ഷനല്ലേ ഞാൻ എടുത്തത്. ജി ബി എന്നുള്ള സെക്ഷനിൽ 5 kN എഫക്ട് ഉണ്ടാവുമല്ലോ ഇല്ലേ? ഈ ലോഡിന്റെ എഫക്ട് എവിടെയൊക്കെ വരാം? ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇതിന്റെ എഫക്ട് ഉണ്ടാവുക, ശരിയല്ലേ? സോ ജി ബി എന്നുള്ള സെക്ഷൻ എടുത്തുകൊണ്ട് 5 kN എഫക്ട് ഈ ഒരു കംപ്ലീറ്റ് സെക്ഷനിൽ ഉണ്ടാവും. റൈറ്റ്, ക്ലിയർ അല്ലേ? റൈറ്റ്, ഓക്കെ. നൗ അടുത്ത സെക്ഷൻ എടുക്കാം. ഫോർ ദ സെക്ഷൻ എഫ് ജി, ഇത് ത്രൂ ഔട്ട് യു ഡി എൽ ആണെങ്കിൽ പോലും ഇവിടെ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യണം. സോ ഫോർ ദ സെക്ഷൻ എഫ് ജി, ഓക്കെ, എഫ് ജി. Now for the section FG, shear force at G എന്തായിരിക്കും? shear force at G എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക? ഇല്ല, സെയിം തന്നെ ആയിരിക്കും. എന്തായിരിക്കും? 5 kN തന്നെ ആയിരിക്കും. Now shear force at F എന്തായിരിക്കും? shear force at F 2 kN per meter ആണ്. എന്ത് വരും? 5 പ്ലസ് എത്ര? എഫ് വരെ എടുക്കണ്ടു അല്ലെ, എഫ് വരെ എടുക്കേണ്ടതുകൊണ്ട് 2 kN per meter ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. എത്ര? 1 മീറ്റർ വരെയാണ്. സോ ദാറ്റ് ഈസ് 2 അല്ലെ, ശരിയല്ലേ? 7 kN, എക്സാക്ട്ലി റൈറ്റ്. ഷിയർ ഫോഴ്സ് അറ്റ് എഫ് ഈസ് 7 kN. നൗ അഗൈൻ എന്തെടുക്കണം? സെക്ഷൻ ഇ എഫ് എടുക്കുക. ഓക്കെ, സെക്ഷൻ ഇ എഫ്. അഗൈൻ ഷിയർ ഫോഴ്സ് അറ്റ് എഫ് എന്തായിരിക്കും? +5 വരും. +5 കൂടെ വരും. 7 7 + 5 12 kN. Right. Now shear force at E എടുക്കുക. shear force at E is equal to എന്ത് വരും? 12ന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? 14. Yes, 12 + 2 വരും, that is 14. Right, 12 kN + 2 14 kN. Yes, good. Okay, ഇനി അടുത്ത for the section DE എടുക്കുക. again shear force at E എടുക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇല്ല, സെയിം 14 kN തന്നെ. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഡി എടുക്കുക. ഡി എന്നുള്ള പോയിന്റ് വേറെ എന്തെങ്കിലും ഉണ്ടാവോ? വേറെ ലോഡൊന്നും ഇല്ല അല്ലെ. ദാറ്റ് ഈസ് 14 kN, സെയിം. റൈറ്റ്. നൗ ഫോർ ദ സെക്ഷൻ സി ഡി എടുക്കാം. ശ്രദ്ധിക്കുക, സി ഡി അഗൈൻ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല, എക്സാക്ട്ലി റൈറ്റ്. ഷിയർ ഫോഴ്സ് അറ്റ് ഡി അഗൈൻ 14 kN തന്നെയാണ്. Now again shear force at C എന്ത് വരും? എന്ത് ചെയ്യണം? shear force at C, yes, half into 3 into 3 അല്ലെ, 9 into 9/2 4.5 വരും അല്ലെ, 18.5 kN വരും. ക്ലിയർ അല്ലേ? ഇത് ഇങ്ങനെ എടുത്തത് എന്ത് ചെയ്തത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിളും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എല്ലാം കൂട്ടി അങ്ങ് പോവാം. അതേ ചെയ്യണ്ടു ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുന്നതിൽ. ഇത് വേറെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഒരു എൻഡിൽ നിന്ന് തുടങ്ങുന്നു, വെയിറ്റ് കൂട്ടി ഒരു എൻഡിൽ നിന്ന് ഒരു ആദ്യത്തെ വെയിറ്റ് എടുക്കുന്നു, കുറച്ച് മുന്നോട്ട് പോകുന്നു, അടുത്ത വെയിറ്റ് എടുക്കുന്നു, അങ്ങനെ ത്രൂഔട്ട് വെയിറ്റ് ആഡ് ചെയ്ത് രണ്ടിലേക്ക് പോവാം. അത്രേ ഉള്ളൂ. Now for the last section which is AC, again shear force at C no change, it is 18.5 kN. വേറെ ലോഡൊന്നുമില്ല. ഷിയർ ഫോഴ്സ് അറ്റ് A ന്റെ കേസിലും വേറെ ലോഡൊന്നുമില്ല, it is 18.5 kN. That's it. അത് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ബി is 0. ഷിയർ ഫോഴ്സ് അറ്റ് ജി എത്ര? സോറി, ഷിയർ ഫോഴ്സ് അറ്റ് ബി is 5 kN. 5 ജിയും 5 ആയിരുന്നു, തന്നെയായിരുന്നു. പക്ഷെ എഫിൽ എത്തിയപ്പോ അത് 12 kN, അല്ല സോറി 7 ആയി അല്ലെ. എഫിൽ 7 ആയി. അതേ എഫ് തന്നെ അത് വീണ്ടും 12ലേക്ക് പോയി.
അല്ലെ? അവിടെ നിന്ന് 12ലേക്ക് പോയി, കോൺസ്റ്റന്റ് ലോഡ് ഇങ്ങനെ വന്നു, ഇതുവരെ കോൺസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ UDL ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരുന്നു. അവിടുന്ന് ഇറ്റ് ഇൻക്രീസ് ചെയ്തതിനു ശേഷം വീണ്ടും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് എന്താ, ഇറ്റ്സ് എൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. നമുക്ക് വാല്യൂ ചെയ്തിട്ട് പോവാം. 5 കിലോ ന്യൂട്ടൺ, ഇവിടെ 7 കിലോ ന്യൂട്ടൺ, 12 കിലോ ന്യൂട്ടൺ, പിന്നെ E എന്നുള്ള പോയിന്റ് ഇറ്റ് ഇസ് 14 കിലോ ന്യൂട്ടൺ. Now that is constant up to D, right? D വരെ കോൺസ്റ്റന്റ് ആണ്. ഡി നിന്ന് സിയിലേക്ക് ആയപ്പോ എത്ര 18.5 കിലോ ന്യൂട്ടൺ ആയി അല്ലെ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 18.5 കിലോ ന്യൂട്ടൺ ആയി. അത് എ വരെ കോൺസ്റ്റന്റ് ആണ് അല്ലെ? എ വരെ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ വരുന്നൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവിടെ ഒരു യൂണിഫോംലി വാരിയിങ് ലോഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെ ജോയിൻ ചെയ്യുന്നുള്ള ഒരു പ്രശ്നമുണ്ട് അല്ലെ? ഈ ഒരു പോർഷൻ, കാരണം ഇങ്ങനെയാണ് ഇതിന്റെ ലോഡിംഗ് ഡയഗ്രാം വരുന്നത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് യു ഹാവ് ടു ഡ്രോ എ കർവ്. നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. യെസ്, ഡി എന്നുള്ള പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ലോഡിംഗ് അറ്റ് ഡി ഈസ് 0, റൈറ്റ്? ലോഡിംഗ് അറ്റ് ഡി 0 ആകുമ്പോൾ സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം അറ്റ് ഡി മസ്റ്റ് ബി ഈക്വൽ ടു 0. ഡി ആണ് ഇത് പോയിന്റ്. സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം മസ്റ്റ് ബി ഈക്വൽ ടു 0. സ്ലോപ്പ് 0 ആകുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ഇങ്ങനെ തുടങ്ങണം, ശരിയല്ലേ? അല്ലെ? ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. So this is your shear force diagram. Clear ആണോ? This is your shear force diagram. Clear? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നമുക്ക് ബെൻഡിങ് മൊമെന്റിലേക്ക് പോവാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു, കാരണം റൈറ്റ് സൈഡിൽ എഴുതിയ വാല്യൂസ് എല്ലാം നമുക്ക് മാർക്കേണ്ടി വരും. ഒരു സ്ഥലമില്ല. സെക്കൻഡ് ഡിഗ്രി കർവ് തേർഡ് ഡിഗ്രി കർവ് ഡിഫറൻസ് ശരിക്കും നമ്മൾ കർവ് വരയ്ക്കുന്ന സമയത്ത് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു കർവ് വരച്ചാൽ മതി. ആക്ച്വൽ ഡിഫറൻസ് മാത്തമാറ്റിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ y is equal to x സ്ക്വയറിന്റെ കർവ് ആണ് സെക്കൻഡ് ഡിഗ്രി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കർവ് വരക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ y ക്ക് x സ്ക്വയർ എങ്ങനെ വരക്കാം? എക്സ് സ്ക്വയർ y എന്നുള്ളൊരു ടേബിൾ ആക്കിയാൽ എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? എക്സ് സ്ക്വയർ ആണല്ലോ, വന്ന് കിട്ടും 1 തന്നെ കിട്ടും. x2 കൊടുത്താൽ y 4 ആയിരിക്കും. x3 കൊടുത്താൽ y 9 ആയിരിക്കും. എന്ന് വെച്ചാൽ ഏതാണ്ട് ഇങ്ങനെ പോകും, ഇങ്ങനെയൊക്കെ പോകും, റൈറ്റ്? നേരെ മറിച്ച് y is equal to x ക്യൂബ് എന്നുള്ള ഫോമിൽ വരുന്ന സാധനമാണ് തേർഡ് ഡിഗ്രി കർവ്. അത് തേർഡ് ഡിഗ്രി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോ ഇവിടെ സോൾവ് ചെയ്തത് പിന്നെ വേരിയബിൾ ഒന്നും ഇല്ലാണ്ട് സോൾവ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവുന്നത്. ഇവിടെ ഇപ്പം ഞാനിപ്പോ ഒരു ആർബിട്രറി സെക്ഷൻ, ഒരു എക്സ് എന്നുള്ള ഡിസ്റ്റൻസിൽ ആർബിട്രറി സെക്ഷനിൽ വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ ഈ സോൾവ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ എന്റെ ജനറൽ ഇക്വേഷനിൽ ഒരു എക്സ് സ്ക്വയർ എന്നുള്ള ടേം ഉണ്ടാവും, ഇപ്പുറത്തെ ഒരു എക്സ് ക്യൂബ് എന്നുള്ള ഒരു ടേമും ഉണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ y is equal to x ക്യൂബ് എന്നുള്ള ഫോമിലായിരിക്കും അത് വരിക. അപ്പോ അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് y എന്നുള്ള ഫോമിൽ വരും. അപ്പോ എക്സിന് ഞാൻ 1 ഇട്ടാല് ഇത് 1 തന്നെ ആയിരിക്കും. എക്സിന് 2 ഇട്ടാല് പിന്നെ y കിട്ടുന്നത് y is equal to x ക്യൂബ് അല്ലേ? സോൾവ് ചെയ്താല് 2 into 2 4 into 8 ആയിരിക്കും. 2ന് പകരം 3 വരും. എന്ന് വെച്ചാൽ എക്സ് ക്യൂബിന്റെ കർവ് കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിരിക്കും, കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിട്ട് പോകും. അത്ര മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കർവ് വരയ്ക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണ്ട. പക്ഷെ നമ്മളൊരു ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരു കർവ് വരക്കുക, അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. നമ്മളെ പിന്നെ കർവ് എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സ്ലോപ്പ് അനുസരിച്ചിട്ട് വരക്കണം എന്നുള്ളത് മാത്രം. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി കർവ് അല്ലാണ്ട് കാണുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ്, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു ഒരു സെപ്പറേറ്റ് SFDMD-ന്റെ എന്റെ ഒരു ചാനലാക്കിയിട്ട് അതിൽ ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതില് പക്ഷെ ഇതെല്ലാം സമയം വേണം, അതിന്റെ പ്രശ്നം. ഞാൻ കുറച്ച് നാൾ കൊറോണ അടിച്ചിട്ട് സൈഡായി പോകാണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ച ക്ലാസ് എടുക്കാൻ. ഓക്കെ ഓക്കെ നെഗറ്റീവ് ആയിട്ടില്ല, ഇപ്പൊ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഞാൻ അസിംപ്റ്റോമാറ്റിക് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കുട്ടിക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായി പോയി. അതുകൊണ്ട് ഇപ്പൊ ആയിരിക്കും പ്രശ്നമൊന്നുമില്ല. കുറച്ചാളാണ് ഹോസ്പിറ്റലിലായിരുന്നു. അതാണ് അന്നേരം ഒരാഴ്ച കംപ്ലീറ്റ് ക്ലാസ് എല്ലാം പോയത്. നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യണം. ഒന്നാമത് പ്രശ്നം ഞങ്ങള് സിലബസ് തന്നെയാണ്. ഈ സിലബസ് ആക്കിയാൽ കൈ കിട്ടിയാലുണ്ടല്ലോ അയാള് നല്ല പറയാൻ തോന്നുന്നു.
അത്ര വാസ്റ്റാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുള്ള സാധനം. അതേ സമയത്ത് സിവിലിന്റെ ബ്രാഞ്ചിലും ശരിക്കും സിവിലും മെക്കാനിക്കലിന്റെയും MOS വലിയ ഡിഫറൻസ് ഉണ്ടാവാറില്ല സാധാരണ ഗതിയിൽ. പക്ഷെ ഇത്തവണത്തെ നിങ്ങൾ വന്നപ്പോൾ സിവിലിന്റെ പഴയ തന്നെയാണ് സിലബസ് ഉള്ളത്. നിങ്ങളുടെ കേസിൽ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് കോഴ്സ് എല്ലാം കൂടെ കുത്തി നിറച്ച് കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. വളരെ അത്യാവശ്യം വരുന്ന അതിന്റെ ഓർഡറൊക്കെ പലതരത്തിൽ തിരിച്ചു മറിച്ചാക്കിയിട്ടുണ്ട്. ഒരു എന്താ പറയാ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇതെല്ലാം ഉപകരിക്കുന്നു പറയാനില്ല. കാരണം ഇതെല്ലാം ഉപകരിക്കും, പക്ഷെ നമ്മൾ പഠിക്കേണ്ട ഒരു ഓർഡർ ഉണ്ട്. ഈ പ്രിൻസിപ്പൽ സ്ട്രെസ് എല്ലാം പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ കൺസെപ്റ്റ് എല്ലാം പഠിച്ചിട്ട് വേണമായിരുന്നു മോർ സൈക്കിൾ പഠിക്കാൻ. നിങ്ങൾ നേരെ 3 ഡയമെൻഷനിലെ പ്രിൻസിപ്പൽ സ്ട്രെസ് പഠിച്ചിട്ട് മോർ സൈക്കിൾ പെട്ടെന്ന് നേരെ മോർ സൈക്കിളിലേക്ക് വന്നു. അങ്ങനെ എന്തല്ലോ ചൊറയാണിത്. അപ്പൊ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു സ്ട്രെസ് ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. നിങ്ങളുടെ ഇത് തീർക്കുന്ന ആലോചിച്ചിട്ട് എങ്ങനെ അയച്ചു വിടുക. ടഫല്ല, പിന്നെ വാല്യുവേഷൻ കുറച്ച് അയച്ചു വിടുക. വാല്യുവേഷൻ ഒരിക്കലും ഇല്ല. വാല്യുവേഷൻ അതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുക. അങ്ങനെ ഒന്നും ആരും കാണാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. മാക്സിമം കണ്ടന്റ് എല്ലാം ഞാൻ തരും. ലാസ്റ്റ് തീരുന്നതിന് മുമ്പ് സംഭവം എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അഡീഷണൽ ഇല്ലാത്ത സാധനങ്ങൾ അഡീഷണൽ വീഡിയോസ് ആയിട്ടെങ്കിൽ ഞാൻ ചെയ്തു തരും. ഓക്കെ, അതൊന്നും യാതൊരുവിധ കോംപ്രമൈസ് എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പറാണിത്. റൈറ്റ്. അപ്പൊ എന്റെ ഇതായാലും അഡ്വാൻസ് മെക്കാനിക്സ് സോൾവ്സ് ആയാലും എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേപ്പറുകളാണ്. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ എന്ത് ചോദിച്ചാലും സാധനം ഞാൻ ചെയ്തു തരും. ഓക്കെ, അപ്പോ ആ രീതിയിൽ നോക്കണ്ട. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുള്ള എഫേർട്ട് കുറച്ച് അധികം വേണം. അതാ ഞാൻ പറയുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെ കേസിലും വന്നതിൽ വലിയ സിലബസിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഇതിന്റെ കേസിൽ ആണ് 2 സബ്ജക്റ്റിനെ ക്ലബ് ചെയ്ത് AMS എടുത്ത് ഒഴിവാക്കി. ഓക്കെ, AMS എന്നുള്ളൊരു പേപ്പർ അങ്ങനെ തന്നെ ഉള്ളതിനെ എടുത്ത് ഒഴിവാക്കി. പക്ഷെ അതിലെ കുറെ കണ്ടന്റ് എടുത്തിട്ടുണ്ട്. എന്തിനാണ് അത് ചെയ്തതെന്ന് അവർക്ക് തന്നെ അറിയാമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് ഒട്ടും ലോജിക്കൽ അല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സിലബസിൽ. അതാണ് അതിന്റെ ഒരു ഭീകരത. ഓക്കെ, സോ ഒരു 5 മിനിറ്റ് കൂടെ നിൽക്കുക. നമുക്ക് എന്നിട്ട് അതുകൊണ്ട് നിന്ന് തീർത്തിട്ട് വിടാം. ഓക്കെ, എനിക്കിത് വായിക്കാൻ കഴിയില്ലല്ലോ. അതെ, സോ നമുക്ക് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം എന്റെ വാല്യൂസ് നമുക്ക് ഇതിന്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് പോവാം. ഓക്കെ, സോ ബെൻഡിംഗ് മൊമെന്റ് PMD-യിലേക്ക് വന്നാല്, സോ ബെൻഡിംഗ് മൊമെന്റ് അറ്റ് B always it will be equal to 0. Bending moment at G എന്തായിരിക്കും? Bending moment at G 5 into 2 അല്ലെ? യെസ്, 10 അല്ലെ? 10 kilonewton meter, 10 kilonewton meter, that to negative 10 kilonewton meter. Right now bending moment at അടുത്ത പോയിന്റ് എടുക്കുക F അല്ലെ? പോയിന്റ് ബൈ പോയിന്റ് പോവാം. F എന്നുള്ള പോയിന്റ് എടുക്കുക. F എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ 5 കിലോമീറ്ററും ഈ UDL എഫക്റ്റ് ആണ് വരിക. ഇത്രയും പോർഷനിലെ UDL. ഓക്കെ, പറഞ്ഞോ, ഇത്ര വരിക 5 into distance, 5 into 3, right? Like 2 plus 1, F വരെയുള്ള ഡിസ്റ്റൻസ്, right? പ്ലസ് ഈ UDL അല്ലെ? ഈ ഒരു UDL എത്ര വരാ? 2 into 1, അതാണ് അവിടുത്തെ ടോട്ടൽ ലോഡ്. 2 into 1 is the total load into perpendicular distance എന്ന് പറയുമ്പോൾ 0.5. ഇതിന്റെ സെന്ററിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? 5 into 3 plus 2 into 1 is the total load into perpendicular distance which is 0.5. ക്ലിയർ ആണോ? അതെങ്ങനെ എടുത്തു? ഓക്കെ, അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കിട്ടും 15 പ്ലസ് 1 അല്ലെ? 16 minus 16 kilonewton meter എന്ന് കിട്ടും. Now bending moment at E, bending moment at E എടുക്കുന്ന സമയത്തേക്ക് എന്തൊക്കെ വരാം? അത്രയും ലോഡ് നോക്കാം. 5 into 4 അല്ലെ? 5 into 4 plus ഇത് 5 അല്ലേ? 5 into 1 പ്ലസ് പോയിന്റ് ലോഡ് മാത്രം ആദ്യം എടുത്തു. 5 into 1 പ്ലസ് ഇനി UDL കേസ് എടുക്കാം. UDL എത്ര? 2 into 2 ടോട്ടൽ അല്ലെ? യെസ്, 2 into 2 is the total load into 1 is the perpendicular distance. കറക്റ്റ് അല്ലേ? ശരിയല്ലേ? Yes. റൈറ്റ്. ഇപ്പൊ റെഡി.
20 plus 5, 25 plus 4, 29 kilonewton meter. Minus 29 kilonewton meter. See, അതുപോലെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ചെയ്യാൻ പറ്റില്ല ബാക്കി. യെസ് സർ. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യുക, ഇത് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കുക. ഒരു പ്രോബ്ലം കൊടുത്തരാം, നമുക്ക് തീരുള്ളൂ. കുറച്ചധികം ലോഡ് വരുന്ന ഒരു കണ്ടീഷൻ കൊടുത്തരാം. ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് നോക്കുക. എല്ലാവരും നോക്കണം, ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. എന്നാലേ, കാരണം ഇതെല്ലാം ഷുവർ ക്വസ്റ്റൻ ആണ്, ഷുവർ ക്വസ്റ്റൻ ആണ്, ഷുവർ സ്കോറിംഗ് ആണ്. റൈറ്റ്. ഓക്കെ, 10 kilonewton, 3 kilonewton per meter, 2 kilonewton per meter, 3 kilonewton, 2 kilonewton per meter. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാം നിങ്ങൾ എല്ലാവരും അതായിട്ട് സെറ്റ് ആവുന്നുള്ളത്. ഓക്കെ, 3 meter, 3 meter, 3 meter, 3 meter. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ആ രണ്ട് പ്രോബ്ലം കൂടെ തീർക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് യൂണിഫോമിലെ വാരിയങ്ങളോട് തിരിച്ചു വെച്ച കണ്ടീഷനും അത്രയും നാളത്തേക്ക് ചെയ്യണേ. നാളെ നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. എന്നിട്ടൊരു സിംപ്ലി സപ്പോർട്ടഡ് പേയ്മെന്റ് ഒരു ഏരിയ അതേപോലെ കിടക്കുന്നുണ്ട് അവിടെ, അതും ചെയ്യണം. ഓക്കെ അല്ലേ, എടുക്കട്ടെ, കഴിഞ്ഞല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ് അറ്റൻഡൻസ് ഉണ്ട്. എല്ലാവരും ഉണ്ടോ? എല്ലാവരും മുത്തസിമാരുടെ ആബ്സെന്റ്. മുത്തസിമുണ്ടോ?